السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും എന്നും എപ്പോഴും എവിടെയും നമ്മിലേവരിലും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കാനും പാലിക്കാനും അനുസരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുടക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ കാരണമായ പിറകിലുള്ള ദഅവാവേൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും അതിന്റെ ഫലങ്ങൾ കണ്ടെത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സദസ്സുണ്ടല്ലോ, ഈ സംസാരം, ഇത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ, എന്നെ നോക്കിയിരിക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾ കേൾക്കാനാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രവാചകന്മാരുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ദഅവത്ത് എങ്ങനെയായിരുന്നു? അവരൊന്നും കണ്ണുമിഴിച്ച് കാതുകോർത്ത് ഉറ്റുനോക്കുന്ന സദസ്സിനോടായിരുന്നില്ല അവർ സംസാരിച്ചിരുന്നത്. പിന്തിരിഞ്ഞോടുന്നവരോടും തെറിവിളിക്കുന്നവരോടും കല്ലെറിയുന്നവരോടും കൊഞ്ഞനം കുത്തുന്നവരോടും വിമർശിക്കുന്നവരോടും മാരണക്കാരൻ എന്ന് പറയുന്നവരോടും മായാജാലക്കാരൻ എന്ന് പറയുന്നവരോടും ഒക്കെയാണ് അവർ ഈ ദഅവത്ത് നടത്തിയത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വാഹനങ്ങളുമായി നിങ്ങൾ നാടാന്തരം ഗ്രാമാന്തരം പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വലിയ സമുദായത്തെ നിങ്ങൾ കാണാൻ കഴിയും.
അതിൽ ചില ആളുകൾ കാതുകുറിപ്പിച്ച് കേട്ടേക്കാം, ചില ആളുകൾ നിങ്ങളെ നോക്കി ഗോഷ്ഠികൾ കാണിച്ചേക്കാം, ചില ആളുകൾ നിങ്ങളെ നോക്കി കുഞ്ഞനം കുത്തിയേക്കാം, ചില ആളുകൾ നിങ്ങൾ എതിർത്തേക്കാം, ചില ആളുകൾ ഇങ്ങനൊന്ന് നടക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ അവരുടെ പാട്ടിനങ്ങ് നടന്നേക്കാം. അവിടെയാണ് പിന്തിരിഞ്ഞു പോകുമ്പോഴും എന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, എന്റെ രക്ഷിതാവിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ ഉച്ചസ്ഥിരം അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വാക്കുകൾ പറഞ്ഞ ആരുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനമാകണം നമ്മുടെ ചേതോവികാരം, നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ മോട്ടിവേഷൻ അതായിരിക്കണം, വേറൊന്നും ആകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ട് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്, ആദർശ പ്രബോധനത്തിന് വേണ്ടി വാനുമായി പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ച സ്വീകാര്യത കിട്ടിക്കൊണ്ടെന്നില്ല, അതിനെ നിങ്ങൾ മറികടക്കണം. മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് മനസ്സിലാക്കേണ്ടത്, ഈ വാനുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും മംഗലാപുരത്തോ കേരളത്തിലോ തിരക്കേറിയ ഒരു പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് മദ്യവിമുക്തിയെക്കുറിച്ച്, മദ്യനിരോധനം ആവശ്യമാണ്, എത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത്, എത്ര മനുഷ്യന്മാരാണ് കൊല്ലപ്പെടുന്നത്, അതുകൊണ്ട് ഈ നാട്ടിൽ മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഘോരഘോരം പ്രസംഗം നടത്തിയാൽ ഒരു പക്ഷേ ഈ വാനിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് ഭാഗത്തും ആളുകൾ നിങ്ങൾ അഭിനന്ദിക്കാനുണ്ടാവും, അടിപൊളിയായിട്ടുണ്ട് ബേഷ്, നിങ്ങൾ ഇനിയും വരണം ഇങ്ങോട്ട് എന്ന് പറയാൻ ആളുകൾ ഉണ്ടാവും. ഇനി നിങ്ങൾ കുടുംബബന്ധത്തെക്കുറിച്ച്, മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച്, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച്, മക്കളുടെ കടമയെക്കുറിച്ച്, മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ചാരിറ്റിയെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിലും വാഹനത്തിന്റെ രണ്ട് ഭാഗത്തും ആളുകൾ തടിച്ചുകൂടി നിങ്ങൾ അനുബോധിച്ചേക്കാം. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തൗഹീദാണ്. ഈ തൗഹീദിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ധാർമ്മികത പ്രസംഗിക്കുന്നത് പോലെ, ചാരിറ്റി പ്രസംഗിക്കുന്നത് പോലെയുള്ള ഒരു അക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യത ഈ തൗഹീദിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ ആരൊക്കെ കരകളഞ്ഞ തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കരകളഞ്ഞ വഹദാനിയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം കിട്ടിയത് പ്രശംസകളും അനുമോദനങ്ങളും പൂച്ചെണ്ടുകളും ഹർഷാരവങ്ങളുമായിരുന്നില്ല. മറിച്ച് അവരെയെല്ലാം കാത്തിരുന്നത് കൂക്കുവിളികളും കല്ലേറുകളും വിമർശനങ്ങളും ബഹിഷ്കരണങ്ങളും കൊഞ്ഞനം കുത്തലുകളും മാത്രമായിരുന്നു. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും. പക്ഷേ ആ കൊഞ്ഞനം കുത്തലുകൾക്കിടയിലൂടെയും കൂക്കുവിളികൾക്കിടയിലൂടെയും അടിപതറാതെ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ദഅവത്ത് ചെയ്ത ഏറ്റവും ഉന്നതമായ വചനം ഏതാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഏതാണ്? അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമവും ഉന്നതവും ഉദാത്തവും പരിശുദ്ധവും പരിപാവനവുമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് മുഴങ്ങി കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ഇനിയുള്ള കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പ്രതിസന്ധികൾ കൂടി വരികയാണ്. ആ പ്രതിസന്ധിയുടെ തീച്ചൂളകളെ മുഴുവനും ഭേദിച്ച്, ആ പ്രതിസന്ധിയുടെ തിരമാലകളെ മുഴുവനും തരണം ചെയ്ത് അതിന്റെ ഉച്ചയിൽ നിന്നുകൊണ്ട് നാം പ്രഖ്യാപിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിന് ഒരൊറ്റ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, ഈ ലോകത്തിന് ഒരൊറ്റ രക്ഷിതാവ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പറയും. നിങ്ങൾ തീവ്രവാദികളായി ചാപ്പകുത്തിയാലും ഭീകരവാദികളായി ബഹിഷ്കരിച്ചാലും ഐഎസിന്റെ ചാരന്മാരായി നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്തിട്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വാഹനവുമായി ഇറങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പിന്തുണകളും നിങ്ങൾക്ക് എപ്പോഴും നൽകുമാറാകട്ടെ. എവിടെ നിന്നാണ് യുവാക്കളെ നമ്മൾ ഇതിനുള്ള മാതൃക സ്വീകരിക്കേണ്ടത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആദ്യമായി ദഅവത്ത് തുടങ്ങുന്നത് 7-ാമത്തെ വയസ്സിലാണ് എന്ന് ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബിയുടെ ദഅവത്തിന് പ്രത്യേക ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാവിലെ എഴുന്നേറ്റ് ഒരു മുറിയുടെ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ബാപ്പ വിഗ്രഹം ഉണ്ടാക്കുന്നതാണ്. കളിമണ്ണ് കുഴച്ച്, മണ്ണൊക്കെ കുഴച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇബ്രാഹിം നബി കാണുന്നത്.
കുറച്ചു കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹം കാണുന്നത് എന്താണ്? എന്റെ വാപ്പ കുറച്ചു മുമ്പുണ്ടാക്കി അതേ വിഗ്രഹത്തെ ആളുകൾ ഭക്തിയാദരവോടുകൂടി ആരാധിക്കുന്ന കാഴ്ചയാണ് ഇബ്രാഹിം നബി കാണുന്നത്. സ്വാഭാവികമായും ആ കുഞ്ഞു മനസ്സാലോചിച്ചു, എന്ത് പ്രത്യേകതയാണ് ഈ വിഗ്രഹത്തിനുള്ളത്? എന്റെ വാപ്പ കേവലം കളിമണ്ണ് കുഴച്ചിട്ടുണ്ടാക്കിയ ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ എന്ത് നേടാനാണ് എന്റെ ജനത ഇരിക്കുന്നത്? എന്ത് നേടാനാണ് എന്റെ ജനത പൂജിക്കുന്നത് എന്ന ചിന്തയും എന്ന ബോധവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലുണ്ടായി. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി തൗഹീദിന്റെ വഹ്ദാനിയത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്? ഖുർആനിൽ ആദ്യമായി നാം ഇബ്രാഹിം നബിയെ പരിചയപ്പെടുന്നത് ബാപ്പാനോട് ദഅവത്ത് നടത്തുന്ന മകനായിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അബത് ലിമ തഅബുദു മാ ലാ തസ്മഅ വലാ തുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പ്രിയപ്പെട്ട ബാപ്പാ, കാണുകയും കേൾക്കുകയും ചെയ്യാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബത്തിന്റെ മുന്നിൽ എന്തിനാണ് താങ്കൾ ആരാധന നിരതരാവുന്നത്? وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ آزَرَ أَتَتَّخِذُ أَصْنَامًا آلِهَةً إِنِّي أَرَاكَ وَقَوْمَكَ فِي ضَلَالٍ مُبِينٍ. ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിനോട് ആസറിനോട് പറഞ്ഞ സന്ദർഭം, യാ അബത്, എന്റെ പ്രിയപ്പെട്ട വാപ്പ, അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. താങ്കൾ ഈ ബിംബത്തെ ഇലാഹായി സ്വീകരിക്കുകയാണോ? താങ്കളെയും താങ്കളുടെ ജനതയെയും അങ്ങേയറ്റത്തെ വഴികേറിലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ ഒന്നാമത്തെ പടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദഅവത്തിന്റെ ഒന്നാമത്തെ പടിയായി അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് വഅൻദിറ അശീറതകൽ അഖ്റബീൻ. അടുത്ത ആളുകൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക. അബൂജഹലിന്, അബൂലഹബിന്, അബൂതാലിബിന്, അടുത്ത ജനതക്ക്, ഹാഷിം കുടുംബത്തിന്, ഖുറൈശി കൂട്ടത്തിന് ദഅവത്ത് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ആദ്യം ദഅവത്ത് വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ, കുടുംബത്തിൽ നിന്ന് തുടങ്ങട്ടെ. അവിടെയാണ് എതിർപ്പുകൾ കൂടുതൽ ഉണ്ടാവുക. അവിടെയാണ് നമ്മുടെ നിലയും വിലയും മുഴുവനായി ദഅവത്ത് നടത്തുമ്പോൾ തകർന്ന് തരിപ്പണമാക്കുക. അത് സ്വീകരിച്ചിട്ട് വേണം നാം സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങാൻ. അവരെ നന്നാക്കിയിട്ടല്ല. പല ആളുകളും പറയാറുണ്ട്, ചില ആളുകളെങ്കിലും ചില ദായിമാര് നാട്ടിലിറങ്ങിയിട്ട് പ്രബോധനം നടത്തും, പറയാതെ നിന്റെ വീട്ടിൽ പോയിട്ട് ആദ്യം വീട്ടിലുള്ള ആളുകളെ നന്നാക്കുമെന്ന് പറയും. നന്നാക്കാൻ നമ്മുടെ പണിയല്ല. നമുക്ക് നന്നാക്കാൻ കഴിയും ആളുകളെ? ഇല്ല. നമുക്ക് ആളുകളെ നന്നാക്കാൻ കഴിയോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ നന്നാവണമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ നന്നാവണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ നന്നാവണമായിരുന്നു, എളാപ്പ നന്നാവണമായിരുന്നു. നന്നായിട്ടില്ലല്ലോ. ആളുകളെ നന്നാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമോ കടമയോ അല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനോട് മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു വിഭാഗം മീൻ പിടിച്ചു, ഒരു വിഭാഗം അവരെ എതിർത്തു, വേറൊരു വിഭാഗം ഉപദേശകന്മാരായി. ഇവരോട് ഈ ദായിമാരായ ആളുകൾ നടത്തിയ പ്രതിവചനം എന്താണ്? പരിശുദ്ധ ഖുർആനിലുണ്ടത്. അവർ പറയാൻ, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഈദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. എന്തിനാണ് അക്രമകാരികളായ ഒരു ജനതയെ നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് സബത്ത് ദിനത്തിൽ മീൻ പിടിക്കാൻ പോയ ആളുകളെ എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്നത്? അവരെ അല്ലാഹു നശിപ്പിച്ചു കളയട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അവർക്ക് കഠിനമായ ശിക്ഷ നൽകട്ടെ. അവരെ നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ദാഇമാരായ ആളുകളെ പ്രബോധകന്മാർ മറുപടി പറയുകയാണ്, ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. രണ്ട് ഉദ്ദേശങ്ങളാണ് അവർ പറഞ്ഞത്. അവരുടെ ദഅവത്തിന്, അവരുടെ പ്രബോധനത്തിന് നിദാനമായ രണ്ട് ഉദ്ദേശങ്ങളാണ് അവർ പറഞ്ഞത്. ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബികും. നാളെ പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് നൽകി സത്യത്തിന്റെ ദീപശിഖ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, മഅ്ദിറതൻ ഇലാ റബ്ബികും, അല്ലാഹുവിന്റെ മുന്നിൽ ഉദ്ർ പറയുന്നതിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ ഒഴികഴിവ് പറയുന്നതിന് വേണ്ടിയാണ്. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം. നമ്മുടെ ആഖിറം നന്നാക്കുന്നതിന് വേണ്ടിയാണ്.
ഓരോ ദാഇയും ദഅവത്തിന്റെ വീതിയിൽ സജീവമാകേണ്ടത് എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് മറുപടി പറയണമെന്ന ചിന്ത കൊണ്ടാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? വലഅല്ലഹും യത്തഖൂൻ. എന്റെ വാക്കുകൾ കേൾക്കുന്നവർ, ഞങ്ങളുടെ സംസാരം കേൾക്കുന്നവർ, ഒരുപക്ഷെ അവർ നന്നായേക്കാം, ഒരുപക്ഷെ അവർ മാറി ചിന്തിച്ചേക്കാം. പ്രവാചകന്മാരെ മുഴുവനും അവരുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. സത്യസന്ധനായ ഒരു ഗുണകാംക്ഷി മാത്രമാകുന്നു ഞാൻ. അതുകൊണ്ട് ആളുകളെ നന്നാക്കുക എന്നത് നമ്മുടെ എന്തല്ല കഴിവിൽപ്പെട്ടതോ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതോ അല്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കഴിയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമ്പത്തിന്റെയും സമയത്തിന്റെയും പരിധിയും പരിമിതിയും ഉപയോഗിച്ച് പരമാവധി ദഅവത്തിന്റെ വീതിയിൽ സജീവമാകുക. റിസൾട്ട് അല്ലാഹു തരേണ്ടതാ. അത് അല്ലാഹുവിന്റെ പണിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തരുകയും ചെയ്യും. അതുകൊണ്ട് കുടുംബത്തിൽ തുടങ്ങുക വിമർശനങ്ങൾ ഉണ്ടാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം ബാപ്പയിൽ നിന്ന് വിമർശനമുണ്ടായി. എന്താ ബാപ്പ പറഞ്ഞത്? ഇബ്രാഹിം, ഒന്നിക്കിൽ ഇതിവിടെ നിർത്തുക. ബാപ്പാന്റെ വാക്കാണ്, ഒന്നിക്കിൽ ഇതിവിടെ നിർത്തുക. എന്നിട്ട് എന്റെ ഇലാഹുകളെ സ്വീകരിച്ച്, എന്റെ ആദർശം സ്വീകരിച്ച് നല്ല മോനായി നല്ല കുട്ടിയായി ഈ വീട്ടിൽ നീ ജീവിക്കാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോവാ. പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച ചോയ്സ് ഏതാണ്? അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, സലാമുലക്, അതൊക്കെ സമാധാനം, ഞാൻ പടച്ചോനോട് അങ്ങക്ക് വേണ്ടി പറഞ്ഞു നോക്കാം, ഞാൻ പോവാൻ. അങ്ങയുടെ ഈ ആദർശവുമായി ഒത്തിട്ട് എനിക്ക് ഇവിടെ കഴിയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്തത്? ഇനിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ദഅവാ സജ്ജരായ വാക്കുകളെ നിങ്ങൾക്കുള്ള അനിതര സാധാരണമായ മാതൃക ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഉപ്പ വേണ്ടാന്ന് പറഞ്ഞു, കുടുംബം വേണ്ടാന്ന് പറഞ്ഞു, ആര് തല്ലിയാലും ആരുപദ്രവിച്ചാലും ആര് കൊന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചോക്ക് നിങ്ങൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷാധികാരി ബാപ്പ ഇബ്രാഹിം നബിയോട്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അവിടെ നിറക്കപ്പെടാൻ എല്ലാവരും ഉണ്ടായിരിക്കെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഇനി ആരെങ്കിലും തല്ലിയ ചോദിക്കാൻ ആരും വരില്ല, കൊന്നാൽ ചോദിക്കാൻ ആരും വരില്ല, ഉപദ്രവിച്ചാൽ ചോദിക്കാൻ ആരും വരില്ല. ആ രീതിയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്താണ്? ആളുകൾ കൂടിയിരിക്കുന്ന അങ്ങാടിയിലേക്ക് കടന്നു ചെന്നു. രാത്രിയാവുമ്പോ അദ്ദേഹം ഇറങ്ങും. എന്നിട്ട് ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് അവരോട് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3 വ്യക്തമായ ഹിക്മത്തിനെ കുറിച്ച് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന അടുത്ത് പോയിട്ട് പറയാണ്, ആകാശം നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ നക്ഷത്രം നോക്ക്, എത്ര സുന്ദരമാണ്, എത്ര നയനാനന്ദകരമാണ്, എന്താണ് അതിന്റെ ഒരു ഭംഗി അല്ലേ? ഞാൻ ഇന്നു മുതൽ അതിനെ ആരാധിക്കാൻ തുടങ്ങാൻ. ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ആകാശത്ത് വാരിപതിരപ്പെട്ട നക്ഷത്രങ്ങൾ കണ്ടപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ നക്ഷത്രത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഹാദാ റബ്ബി, ദൂരെ നിന്നുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങളെ ഇന്നുകൊണ്ട് ഞാൻ ആരാധിക്കാൻ തുടങ്ങുകയാണ്. എന്റെ റബ്ബവയാണ്, എന്റെ ആരാധ്യ വസ്തുവയാണ്. ഫലമ്മാ അഫല, നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോകുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതേ ആൾക്കൂട്ടത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പിറ്റേന്ന് രാത്രി, അതിന്റെ തൊട്ടടുത്തുള്ള രാത്രി മറ്റൊരാൾക്കൂട്ടത്തിന്റെ അടുത്ത് പോയി നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ ആ ചന്ദ്രനെ കണ്ടോ? ആ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കണ്ടോ? എത്ര സുന്ദരമാണത്. ഫലമ്മാ ജന്ന അലൈഹി ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ളാലിൻ. എത്ര സുന്ദരമാണ് ഈ ചന്ദ്രൻ. ഈ ചന്ദ്രനെ ഞാനിതാ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ്. പ്രഭാതമാകുമ്പോ അതേ ആൾക്കൂട്ടത്തിലേക്ക് ചെന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, എവിടെ എന്റെ ദൈവം, എവിടെ എന്റെ ആരാധ്യ വസ്തു? ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ളാലിൻ.
ഞാൻ ഇന്നലെ ദൈവമായി സ്വീകരിച്ച ആ വസ്തുവെന്ന് നേർവഴി കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴികേടിലായി പോകും. അതുകൊണ്ട് ഞാനിതാ അതിനെയും ഉപേക്ഷിക്കുകയാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോ അതേ ആൾക്കൂട്ടത്തോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഫലമ്മാ റഅ അശ്-ശംസ ബാസിഗ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് സുന്ദരവും, അതുകൊണ്ട് ഞാനിതാ ഇതിനെ എന്റെ ദൈവമായി സ്വീകരിക്കുകയാണ്. എന്നിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അതിന്റെ ചുവന്ന നിറത്തിൽ അസ്തമിച്ചപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാനിതാ വിട്ടു നിൽക്കുകയാണ്. എനിക്കതുമായൊന്നും യാതൊരു ബന്ധവുമില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും പറവകളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും ചരാചരങ്ങളെയും അണ്ഡകടാഹങ്ങളെയും മുഴുവൻ പടച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്ക് ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ മുസ്ലിമാ, ശുദ്ധ പ്രകൃതിയോടുകൂടി കീഴ്പ്പെട്ടുകൊണ്ട് വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ഒരിക്കലും പങ്കുചേർക്കുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ സാഖയാണ്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കും, എന്താ ഇബ്രാഹിം നബി ഇങ്ങനെ പറയാൻ കാരണം? ആദ്യം ചന്ദ്രനെ കണ്ടു, ഇതെന്റെ ദൈവാന്ന് പറഞ്ഞു. പിന്നെ നക്ഷത്രങ്ങളെ കണ്ടു, ഇതെന്റെ ദൈവാന്ന് പറഞ്ഞു. സൂര്യനെ കണ്ടു, ഇതെന്റെ ദൈവാന്ന് പറഞ്ഞു. അവിടെയുള്ള ആളുകൾക്ക് എന്താ തീരെ ബുദ്ധിയില്ലേ? ശരിക്ക് പഠിച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൺസെപ്റ്റിന്റെ പൊട്ടത്തരത്തെ തുറന്നു കാണിക്കുകയായിരുന്നു. അവരുടെ വെരി കോൺസെപ്റ്റ് എന്താണ് നമുക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സംസ്കാരത്തെ തുറന്നു കാണിച്ചു കൊടുക്കായിരുന്നു. ആ നാട്ടിലുള്ള ആളുകൾ ഇന്നൊരു ദൈവം, നാളൊരു ദൈവം, മറ്റന്നാൾ വേറെ ദൈവം. ഇന്നൊരു വിഗ്രഹം, നാളൊരു വിഗ്രഹം, മറ്റന്നാൾ വേറെ വിഗ്രഹം, രാവിലെ ഒരു വിഗ്രഹം, ഉച്ചക്കൊന്ന്, രാത്രിയൊന്ന്. സ്ഥിരതയില്ലാത്ത ദിവ്യത്വം, സ്ഥിരതയില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അവരുടെ ആ ദൈവികമായ കൺസെപ്റ്റിന്റെ പൊള്ളത്തരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തുറന്നു കാണിച്ചു കൊടുത്തതാണ്. അതിനാണ് അദ്ദേഹം നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും മാറി മാറി കാണിച്ചിട്ട് എന്റെ ദൈവമാണെന്ന് പറഞ്ഞത്. അതേറ്റവും ആളുകളെ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, ഇവൻ പറയുന്നത് പോലെ ഞങ്ങളൊക്കെ ഉച്ചക്കൊന്ന്, രാത്രി ഒന്ന്, രാവിലെ ഒന്ന്, ഞങ്ങളുടെ ദൈവത്തിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലല്ലോ, എന്താണ് ചെയ്യുക? ആളുകൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ ചർച്ച ആരിലെത്തി? നമ്രൂദിലെത്തി, അധികാരികളുടെ കയ്യിലെത്തി. പണ്ഡിതന്മാർ, അവിടെ ഉണ്ടായിരുന്ന സൈദ്ധാന്തികന്മാരും പണ്ഡിതന്മാരും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് മുന്നിൽ മുട്ടുകുത്തി. അദ്ദേഹത്തിന് കൊടുക്കാൻ മറുപടിയില്ല അവരുടെ കയ്യിൽ. അവസാനം രാജാവ് പറഞ്ഞു, ഈ യുവാവിനെ കുറിച്ച്. രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ കൊട്ടാരത്തിൽ വെച്ചും സംവാദം നടന്നു. സംവാദത്തിന്റെ സൈദ്ധാന്തികൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ സ്നേഹ സംവാദത്തിന്റെയും പരസ്യമായ സംവാദത്തിന്റെയും വാദപ്രതിവാദങ്ങളുടെയും എല്ലാം മാതൃക കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നമ്രൂദിന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് നടത്തിയ സംവാദം സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹ് പറയാൻ, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീം ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക് ഇദ് ഖാല ഇബ്രാഹീം റബ്ബിയല്ലദീ യുഹീ വയുമീത് ഖാല അന ഉഹീ വഉമീത് ഖാല ഇബ്രാഹീം ഫഇന്ന അല്ലാഹ യഅതി بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. അള്ളാന്റെ കാര്യത്തിൽ ഇബ്രാഹിമുമായി തർക്കം നടത്തിയ രാജാവിനെ എന്നുണ്ടോ? അവൻ ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ റബ്ബ്? ഏതാണ് നീ പരിചയപ്പെടുത്തുന്ന നിന്റെ റബ്ബ്? ഇബ്രാഹിമിന്റെ മറുപടി, റബ്ബിയല്ലദീ യുഹീ വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ റബ്ബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ്. നമ്രൂദിന്റെ മറുപടി, അന ഉഹീ വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം നബിയുടെ മറുപടി, ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, അല്ലാഹു എന്നും സൂര്യൻ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്നാണ്. ഒരു ദിവസമെങ്കിലും നീ പടിഞ്ഞാറ് ഉദിപ്പിക്കുക. ഫബുഹിതല്ലദീ കഫർ, അവിശ്വാസിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹിക്മത്ത് നിങ്ങൾ നമുക്ക് സഹോദരങ്ങളെ,
ദഅവത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്ത് കൊണ്ടും മൗഇദത്തുൽ ഹസനത്ത് കൊണ്ടും സതുപദേശം കൊണ്ടും ഹിക്മത്ത് കൊണ്ടും നമ്മൾ അഇമ്മത്തിന്റെ ഇമാമുകളുടെ ഒക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അവരെല്ലാം ഈ ഹിക്മത്തിന്റെ അഗ്രഗണ്യന്മാരായിരുന്നു. അയിമത്തിന്റെ ഇമാമുകൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, മാലിക്, ഹംബലി, ഷാഫി റഹിമഹുല്ലാ, ഇവരൊക്കെ ഈ ഹിക്മത്തിന്റെ യഥാർത്ഥമായ രീതി ഉപയോഗിച്ച് ദഅവത്ത് നടത്തിയവരായിരുന്നു. ഇവരൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ തലക്കെട്ടും കെട്ടി നിലക്കുപ്പായിട്ട് പള്ളിയുടെ ഏതെങ്കിലും മൂലയിൽ പോയിട്ട് സായുജ്യം അടഞ്ഞ ആളുകളല്ല. സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് സജീവമായ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ മഹാനുഭവന്മാരായ മനുഷ്യന്മാരായിരുന്നു അയിമത്തിന്റെ ഇമാമുകൾ. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇമാം അബൂ ഹനീഫയുടെ കാലത്ത് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്, വലിയൊരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു യുക്തിവാദി ഭയങ്കര ആക്റ്റീവായി, ഭയങ്കര സജീവായി, ആളുകൾക്കിടയിൽ ഇങ്ങനെ ശുഭത്തുണ്ടാക്കാനും സംശയം ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് ഏറ്റവും ശല്യം യുക്തിവാദികളാണ്. ഏറ്റവും കൂടുതൽ അവരെ കൊണ്ടാണ് ശല്യം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ. പക്ഷെ യുക്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, റഷണാലിറ്റി, ലോജിക്, അതിനാണ് യുക്തി എന്ന് പറയാം. പക്ഷെ യുക്തിവാദികൾ എന്ന് പറയുന്നതിന് വല്ലാത്തൊരു വിരോധാഭാസം. എന്താണെന്നറിയോ? നെയ്യപ്പം, നമ്മുടെ നാട്ടിലെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. നെയ്യപ്പത്തിൽ നെയ്യില്ലല്ലോ. നെയ്യ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിഭാഗം നാടുകളിലും പശു നെയ്യിനാണ് പറയുക. RKG ഉണ്ടല്ലോ, അതിനാണ് നെയ്യ് എന്ന് പറയാ. അപ്പോ ഈ അപ്പത്തിന് നെയ്യപ്പം എന്ന് പറയും, പക്ഷെ നെയ്യപ്പത്തിൽ നെയ്യ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ യുക്തിവാദികൾക്ക് യുക്തിവാദികൾ എന്നാണ് പറയാ, പക്ഷെ യുക്തി മാത്രം അവർക്ക് ഉണ്ടാവില്ല, ഒരു യുക്തിയില്ല എന്നതാണ് സത്യം. കേരളക്കരയിൽ മുഴുവൻ ഫിത്ന വിതക്കാൻ അവരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ. ഈ അടുത്താണ് കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് ന്യൂജൻ പ്രതികരിച്ചത് അവർക്കെതിരെ. എം അക്ബർ സാഹിബിന്റെ വയനാടുള്ള 3S കോളേജിലെ കുട്ടികൾ, അവരുടെ പ്രതികരണം വളരെ ശക്തമായിരുന്നു. അതിൽ ഒരു 35-36 സെക്കൻഡിൽ ഒരു കുട്ടിയുടെ വീഡിയോ പരസ്യമായി വെല്ലുവിളിക്കാൻ, ആ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കാൻ മാത്രമുള്ള പ്രാപ്തിയും ത്രാണിയൊന്നും ഇവിടെ യുക്തിവാദികൾക്കും ഇല്ല എന്നതാണ് സത്യം. ഇവർക്ക് ആകെ ഉള്ള ഒരു വഴി എന്താണ്? കളിയാക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിനെ കളിയാക്കുക. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് റസൂലിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറയുന്നത് പിന്നെ അവർ സഹിക്കൂല, അവർ ഇമോഷണൽ ആവും. ഈ ഇമോഷണൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ലോജിക്കും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണാലിറ്റി. ഇമോഷണാലിറ്റിയും റേഷണാലിറ്റിയും ഒരിക്കൽ ഒരു വഞ്ചിയിൽ സഞ്ചരിക്കൂല. വൈകാരികമായി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തും റേഷണലായി മറുപടി പറയാൻ കഴിയില്ല. ആണും പെണ്ണും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. ആണെപ്പോഴും ലോജിക്കലായിരിക്കും, പെണ്ണെപ്പോഴും ഇമോഷണലായിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ ഭാര്യ ഇങ്ങനെ കരഞ്ഞിട്ട് നിങ്ങൾ എന്നെ നോക്കിയില്ല, എന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ പറയും നിങ്ങൾ കേൾക്കൂല, എന്നൊക്കെ എന്നോട് സ്നേഹമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അടിച്ചു പറയുന്നുണ്ടാവും. ഈ ഭർത്താവ് ലോജിക്കലായിട്ട് ഞാൻ ഇന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യൂല. സ്ത്രീക്ക് വേണ്ടത് ഇമോഷണാലിറ്റിയാണ്, ആണിന് വേണ്ടത് റേഷണാലിറ്റിയാണ്. ഇത് രണ്ടും ഒരു വഞ്ചിയിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. യുക്തിവാദികൾ ഏറ്റവും വലിയ തന്ത്രം എന്താന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വിശ്വാസികളെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ റസൂലിനെ ചീത്ത വിളിക്കുക, ഖുർആനെ ചീത്ത വിളിക്കുക. ഇതോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭ്രാന്തളവും, അവർ തിരിച്ച് തെറി വിളിക്കാൻ തുടങ്ങും. അവർ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് യുക്തിബദ്ധമായ മറുപടി പറയില്ല. ഇതാണ് അവരുടെ തന്ത്രം. FT ആയാലും ഫ്രീ തിങ്കേഴ്സ് ആയാലും ഏത് ഗ്രൂപ്പുകളായാലും ഇനി ദാവത്തിനിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും യുക്തിവാദികളുടെ മുന്നിലെത്തിയാൽ ഏറ്റവും വലിയ നിങ്ങളുടെ ആയുധം സംയമനമാണ്. ശാന്തമായി മാത്രം അവരോട് സംസാരിക്കുക. അവരെത്ര തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രകോപിതരാവരുത്. പ്രകോപിതരായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷനാലിറ്റി നഷ്ടപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക് നഷ്ടപ്പെടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യുക്തിവാദികൾ എന്നും കത്തി നിൽക്കുന്നതും. മുഹമ്മദ് പോലെയുള്ള ആളുകൾ ന്യൂജനെ തരപ്പെടുത്തി കൊണ്ടുവരുന്നത് സംയമനത്തോടുകൂടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ KNM-ൽ സജീവമായി മറ്റു മതങ്ങളോട് ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എം അക്ബർ സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പരിപാടികൾ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര പ്രകോപനപരമായ ചോദിച്ചാലും അദ്ദേഹം ആ ചെയറിന്ന് എഴുന്നേൽക്കുമ്പോ, അദ്ദേഹം ഇവിടെ ഇല്ലാത്തോണ്ട് പറയാൽ, ആ ചെയറിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ചിരിച്ചിട്ടാണ് എഴുന്നേൽക്കുക. കാരണം ആ സംയമനത്തിൽ മാത്രമേ നമ്മുടെ ബുദ്ധി വർക്കുകയുള്ളൂ, നമ്മുടെ യുക്തി വർക്കുകയുള്ളൂ. ആ സംയമനത്തിൽ നമ്മൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കും. നമ്മളങ്ങോട്ട് ഇമോഷണൽ ആയാലോ, നമ്മൾ ഇമോഷണലായിട്ട് എന്തൊക്കെയാണ് പറയുക, അത് കേൾക്കുന്ന ആൾക്ക് വലിയ രസം ഉണ്ടായിക്കൊള്ളുന്നില്ല.
അതുകൊണ്ട് യുക്തിവാദികളുടെ എന്നത്തെയും തന്ത്രം വിശ്വാസികളെ പ്രകോപിപ്പിക്കുക എന്നതാണ്, അവരെ വൈകാരികമായി മുതലെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ദഅവത്തിന്റെ വീഥിയിലേക്ക് ഇറങ്ങുന്ന യുവാക്കളെ, സംയമനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി വേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇമാം അബൂ ഹനീഫയുടെ കാലഘട്ടത്തിൽ യുക്തിവാദി ഇതുപോലെ വന്നു. നാട് നിങ്ങളെ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. ആളുകൾ വന്നു അബൂ ഹനീഫയോട് പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ യുക്തിവാദി വന്നിട്ടുണ്ട്, അവിടെ നാട് നിങ്ങളെ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. അബൂ ഹനീഫ പറഞ്ഞു, എന്താണ്? അവനെ പിടിക്കണം, കെട്ടണം, കൊന്നുകളയണം, അവൻ അങ്ങനെ വിട്ടാൽ പറ്റൂല. ഒന്നുമല്ല, നമുക്കവനോട് സംസാരിക്കാം, നമുക്കവനോട് സംവദിക്കാം, അവന് പറയാനുള്ളത് അവൻ പറയട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തീയതി നിശ്ചയിക്കപ്പെട്ടു, സമയം നിശ്ചയിക്കപ്പെട്ടു, സ്ഥലം നിശ്ചയിക്കപ്പെട്ടു. നിശ്ചയിച്ച സ്ഥലത്ത്, നിശ്ചയിച്ച സമയത്ത്, നിശ്ചയിച്ച നേരത്ത് ഈ യുക്തിവാദിയും ആളുകളും മുഴുവനും എത്തി. മുസ്ലിങ്ങളും സംവാദം കേൾക്കാനെത്തി, ഈ വാദപ്രതിവാദം കേൾക്കാൻ വേണ്ടി എത്തി. പക്ഷേ ഇമാം അബൂ ഹനീഫ അങ്ങോട്ട് എത്തിയില്ല. ഒരുപാട് സമയം കഴിഞ്ഞു, അദ്ദേഹം എത്തുന്നില്ല. നേരം ഒരുപാട് കടന്നുപോയി, എത്തുന്നില്ല. അവസാനം ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ എല്ലാ സദസ്സിലേക്ക് അങ്ങോട്ട് നടന്നു വരുന്നു. അപ്പൊ യുക്തിവാദി എഴുന്നേറ്റിട്ട് സദസ്സിനോട് പറഞ്ഞു, കണ്ടില്ലേ, വലിയ പണ്ഡിതനാണ്, പറഞ്ഞ സമയത്തിന് പോലും വിലയില്ല. അപ്പൊ ഇമാം അബൂ ഹനീഫ അവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് സംവാദം നടത്തേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം വലിയൊരു അത്ഭുതം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, വലിയൊരു അത്ഭുതം. ആ അത്ഭുതം തന്നെ ദൈവമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്, പടച്ചോനുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. യുക്തിവാദി ചോദിച്ചോട്ടെ, പറയാം, എന്താണത്? ആ അത്ഭുതം എന്താണ്? ഞങ്ങളും കൂടെ കേൾക്കട്ടെ. അപ്പൊ ഇമാം അബൂ ഹനീഫ വിശദീകരിക്കാൻ, അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ പ്രദേശത്തേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഒരു വലിയ കടവ് കിടക്കണം, വലിയൊരു പുഴ കിടക്കണം. ആ പുഴയിൽ സാധാരണ ഒരു വഞ്ചിയും വഞ്ചിക്കാരനുണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പുഴക്കടവിൽ വന്നപ്പോ ആ വഞ്ചി അവിടെ ഇല്ല, വഞ്ചിക്കാരൻ അവിടെ ഇല്ല. രണ്ട് കയ്യും കെട്ടി ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആകെ ആലോചിച്ച് വിഷണ്ണനായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തൊട്ടിപ്പുറത്ത് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ വലിയ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു മരം അതുപോലെ തന്നെ നിലമ്പൊത്താണ്. അതങ്ങനെ നിലമ്പൊത്തി. ഞാനതിങ്ങനെ നോക്കി വന്നു. അതിന്റെ ഇലകൾ മുഴുവൻ താനെ പൊഴിഞ്ഞുപോയി. എന്നിട്ട് അതിന്റെ ശിഖരങ്ങൾ മുഴുവൻ വെട്ടി മാറ്റപ്പെട്ടു. ആരുമില്ല, തനിയെ ഒറ്റയ്ക്ക് തന്നെ അതിന്റെ ശിഖരങ്ങൾ മുഴുവൻ മാറ്റപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ ശിഷ്ടാവിന്റെ സാമീപ്യം ഞാൻ അറിയായിരുന്നു. നാം അബൂ ഹനീഫ പറയാം, അങ്ങനെ ആ മരം ഊർന്നീർന്ന സുന്ദരമായ ഒരു തോണിയായി മാറി, വഞ്ചിയായി മാറി. ആ വഞ്ചിയിൽ ഞാൻ വെറുതെ ഇങ്ങോട്ട് കയറി നിന്നപ്പോ അത് സ്വയം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങുകയും ആ പുഴയിലൂടെ അതിങ്ങനെ തുഴഞ്ഞ് ഇപ്പുറത്തേക്ക് വരികയും ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. ഇതിനേക്കാൾ വലിയ തെളിവ് പടച്ചോനുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് വേണോ? ഇമാം അബൂ ഹനീഫയുടെ ചോദ്യമാണ്. യുക്തിവാദി എന്നിട്ടിട്ട് പറഞ്ഞു, അവനക്ക് ആകെ കിട്ടിയ ചാൻസ് അല്ലേ? സന്തോഷത്തോടെ ആവേശത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇമാതിരി കഥകളും കൊണ്ട് വരുന്നു ഞങ്ങൾക്കറിയാം. ഇമാതിരി കഥകള് നിങ്ങൾ നിങ്ങളുടെ അനുയായികളോട് മാത്രം പറഞ്ഞാൽ മതി, അവരെ മാത്രം നിങ്ങൾ ഈ കഥകൾ പറഞ്ഞ് പറ്റിച്ചാൽ മതി. ഞങ്ങളെ ഇമാതിരി പൊട്ടക്കഥകൾ പറഞ്ഞിട്ട് പറ്റിക്കാൻ നിൽക്കണ്ട, അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. എല്ലാറ്റിന്റെയും പിന്നിൽ നിശ്ചിതമായ കാരണമില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല. ഒരു വലിയ മരം തനിയെ വീഴുക, എന്നിട്ട് അതിന്റെ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോവുക, എന്നിട്ട് അതിന്റെ ശിഖരകൾ മുഴുവൻ അടർന്നു മാറുക, എന്നിട്ട് അത് ഒറ്റക്ക് തന്നെ ഒരു വഞ്ചിയാവുക, എന്നിട്ട് ആ വഞ്ചി തുഴക്കാരൻ പോലും ഇല്ലാതെ നിങ്ങൾ ഇപ്പുറത്തെത്തിക്കുക. എന്ത് വലിയ ബഡായിയാണ് ഭായി, നിങ്ങൾ എന്ത് വിഡ്ഢിയാണ് എന്ന് ചോദിച്ചിട്ട് യുക്തിവാദി അവിടെ ഇരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ യുക്തിവാദിയോട് ചിരിച്ചു ചോദിച്ചു, ഒരു ചെറിയ വഞ്ചി താനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ വിഡ്ഢിയാണെങ്കിൽ ഈ മഹാപ്രപഞ്ചം മുഴുവൻ താനെ ഉണ്ടായതാണ് എന്ന് വാദിക്കാൻ ഇവിടെ വന്ന താങ്കൾ എന്തുമാത്രം വിഡ്ഢിയാണ്? ആ സംവാദം വീണ്ടും ഒരുപാട് നേരം തുടർന്നു എന്നാണ്. പക്ഷേ ആ സംവാദത്തിൽ മുഴുവൻ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടായി എന്നുള്ളതാണ്. ഇതാണ് ഹിക്മത്ത്. ഈ ഹിക്മത്താണ് ഒന്നാമതായി നമുക്ക് വേണ്ടത്. മൗഇദത്തുൽ ഹസന, സതുപദേശം. ഈ സതുപദേശം മുഴുവൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ട ഒരു സംഗതി എന്തറിയോ? മത്സരബുദ്ധി. മത്സരബുദ്ധി നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ? ഖുറാഫിയാണ്, അവൻ തോൽപ്പിക്കണം, ആഹാ എന്നോട് തർക്കിക്കാൻ നീ ആയ വാടാ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാ. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത. ഇതുണ്ടായ മൗഇദത്തുൽ ഹസന നമ്മുടെ വായിന്ന് വരില്ല, അവൻ എങ്കിലെങ്കിലും ഇരുത്തണം. അതാണ് നമ്മുടെ വായിന്ന് വരിക. സതുപദേശം നമ്മുടെ നാവ് മന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവണം? ഗുണകാംക്ഷ ഉണ്ടാവണം. ഈ ഗുണകാംക്ഷയോടുകൂടി നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ നിന്ന് ഓൻ കൊഞ്ഞനം കുത്തിയിട്ട് പോകും. പക്ഷെ ഓന്റെ വീട്ടിൽ പോയാൽ ഓനെ കൊണ്ട് പഠിച്ചോൻ ചിന്തിപ്പിക്കും, അയാൾ പറഞ്ഞതൊരു കാര്യല്ലേ.
ഈ സതുദ്ദേശത്തോടുകൂടി നമ്മൾ ഒരു ബുക്ക്ലെറ്റ് കൊടുത്താൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ബുക്ക്ലെറ്റ് അവൻ വായിച്ചിരിക്കും, അവനെ കൊണ്ട് പഠിച്ചു വായിപ്പിച്ചിരിക്കും. ഈ സതുപദേശമാണ് വേണ്ടത്. ആന്തമാനിൽ ഞാൻ ഈ ഒരു സംഭവം പങ്കുവച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേട്ട ആളുകൾ ക്ഷമിക്കുക, കേട്ടാത്ത ആളുകൾ കേൾക്കുക.